ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പായ്ക്കപ്പലിലേക്ക് സ്വാഗതം. കുറേ നാളായി വീഡിയോ ഒക്കെ ഇറക്കിയിട്ട്. ഇപ്പോഴാണ് നമുക്ക് ഒരു ന്യൂസ് കണ്ടപ്പോഴത്തേക്കും ഇറക്കാൻ തോന്നിയതാണ്. നമ്മൾ 2 ദിവസമായിട്ട് പറയുന്നതാണ്, ഇന്നലെ തൊട്ട് പറയുന്നതാണ്. MSCയുടെ ഒരു പടുകൂറ്റൻ ഷിപ്പ്, പടുകൂറ്റൻ എന്ന് പറയാൻ വിളിക്കത്തില്ല, 650 കണ്ടെയ്നറായിട്ട് പോയ ഷിപ്പിൻ്റെ അകത്തുള്ള കണ്ടെയ്നേഴ്സ് എല്ലാം പോയി. അതുപോലെ MSCയുടെ ഷിപ്പും മുങ്ങിപ്പോയി. നമ്മൾ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ളൊരു ന്യൂസ് കേൾക്കുന്നത്. ഇതിനു മുമ്പ് അത്തരത്തിലുള്ള ഒരു ന്യൂസും നമ്മളങ്ങനെ കേട്ടിട്ടില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് എന്തൊക്കെയാണ് ഉണ്ടാവാൻ പോവുക, അതിൻ്റെ കണ്ടെയ്നർ ഒഴുകി കിടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മളെല്ലാവരും വായിച്ചാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു അറിവിൻ്റെ ബേസിൽ ഞാൻ മനസ്സിലാക്കിയതിൻ്റെ വെളിച്ചത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. ഒന്നാമതായിട്ട്, ഇത്തരം ആക്സിഡൻറ്റ്സ് ലോകത്തിൻ്റെ പല ഭാഗത്തും ഉണ്ടാവാറുണ്ട്. കൊച്ചിയിൽ ഇപ്പോഴാണ് അങ്ങനെ ഒരു ആക്സിഡൻറ്റ് നമ്മൾ കേൾക്കുന്നത്. ഇത് 1914 നമ്മുടെ ടൈറ്റാനിക് എന്ന് പറയുന്ന ഷിപ്പ് ഐസ്ബർഗിൽ വന്ന് ഇടിച്ചിട്ടുള്ള ആക്സിഡൻറ്റ് നമുക്കറിയാം. ഏതാണ്ട് 1500 പേര് മരിച്ചുപോയി. അപ്പോൾ അന്ന് തൊട്ടേ ഇൻ്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷനൊക്കെ ഷിപ്പിന് വേണ്ടത്ര സേഫ്റ്റി വേണമെന്നുള്ളതിനെ പറ്റിയുള്ള കൺവെൻഷൻസൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഫസ്റ്റ് കൺവെൻഷനായിരുന്നു സേഫ്റ്റി ഓഫ് ലൈഫ് അറ്റ് സീ കൺവെൻഷൻ. ഒരു കടലിൽ കൂടെ പോകുന്ന കൊമേഴ്ഷ്യൽ ഷിപ്പുകൾക്കെല്ലാം ഈ സൊളാസ് എന്ന് പറയുന്ന കൺവെൻഷൻ പറയുന്ന രീതിയിലുള്ള കൺസ്ട്രക്ഷൻ, സേഫ്റ്റി ഫീച്ചേഴ്സ്, നാവിഗേഷൻ അപ്പാരറ്റസ് ഇതെല്ലാം വേണം. അത് കഴിഞ്ഞ് ഈ സൊളാസിന് പലതരത്തിലുള്ള അമെൻമെൻറ്റ്സുകൾ വന്നു. ഓരോ വർഷം കഴിയുന്തോറും ഓരോരോ പുതിയ ആക്സിഡൻറ്റ്സ് വരും. അതനുസരിച്ച് പുതിയ അമെൻമെൻറ്റ്സുകൾ വരും. അപ്പോൾ ഇങ്ങനെ സൊളാസ് എന്ന് പറയുന്ന ഈ ഒരു ബൈബിൾ എന്ന് വേണമെങ്കിൽ വിളിക്കാം, ഈ ഒരു ബുക്ക് എല്ലാവരും ഫോളോ ചെയ്യുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ടായിരിക്കും ആക്സിഡൻറ്റ്സ് ഉണ്ടാവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സൊളാസ് കൺവെൻഷനൊക്കെ അടിപൊളിയാണ്. പക്ഷേ ഈ സൊളാസ് കൺവെൻഷൻ കൃത്യമായിട്ട് വെസൽ കീപ്പ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുന്നത് ഈ ഷിപ്പ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കൺട്രിയാണ്. അപ്പോൾ ഷിപ്പ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കൺട്രി അത് കൃത്യമായിട്ട് നോക്കിയിട്ടില്ലെങ്കിൽ സൊളാസ് കൺവെൻഷനും കൃത്യമായിട്ട് നോക്കത്തില്ല. നമ്മുടെ ഇവിടെ വന്ന ഷിപ്പിനെ പറ്റി നോക്കുവാണെങ്കിൽ MSCയുടെ ഷിപ്പ് ലൈബീരിയയിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ ലൈബീരിയ എന്ന് പറയുന്ന ആഫ്രിക്കയിലെ കൺട്രിയാണ്. നമുക്ക് ഷിപ്പിനെ എവിടെ വേണം രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇന്ത്യക്കാരന് ഇന്ത്യയിൽ തന്നെ രജിസ്റ്റർ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ പുറത്ത് രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള പല രജിസ്ട്രേഷൻസും ഉണ്ട് ഷിപ്പിന്. അങ്ങനെയുള്ള പല തരത്തിലുള്ള കോസ്റ്റ് കുറയ്ക്കാനും അല്ലെങ്കിൽ ചില റെസ്ട്രിക്ഷൻസ് കുറയ്ക്കാനൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ രജിസ്റ്റർ ചെയ്യുമ്പോൾ അത്തരം ഷിപ്പുകൾക്ക് വേണ്ടത്ര തരത്തിലുള്ള സേഫ്റ്റി കാര്യങ്ങൾ ഉണ്ടാകത്തില്ല എന്നുള്ളതാണ് ഒരു കാര്യം. അപ്പോൾ പിന്നെ ഇതിനൊരു റെമഡി വേണമല്ലോ. അതിനുള്ള റെമഡി ആയിരുന്നു ഫ്ലാഗ്. ഇത്തരത്തിലുള്ള ഷിപ്പുകൾക്ക് ഇത്തരത്തിലുള്ളതല്ല, എല്ലാ ഷിപ്പുകൾക്കും പോർട്ടിൽ വരുമ്പോൾ അതത് പോർട്ടിൻ്റേതായിട്ടുള്ള ഇൻസ്പെക്ഷനുണ്ട്. അതിനാണ് നമ്മൾ പോർട്ട് സ്റ്റേറ്റ് കൺട്രോൾ എന്ന് പറയുന്നൊരു അതോറിറ്റി ഉണ്ട്. അവരുടെ കൃത്യമായിട്ടുള്ള ഇൻസ്പെക്ഷൻ അതിനുണ്ട്. അപ്പോൾ ഈ ഇൻസ്പെക്ഷൻ്റെ അകത്ത് ഇത്തരത്തിൽ ലൈബീരിയ പോലുള്ള ഷിപ്പുകളൊക്കെ ആണെങ്കിൽ അതിനെ ഡീറ്റെയിൻ ചെയ്യാനും അറസ്റ്റ് ചെയ്യാനും ഉള്ള പ്രൊവിഷൻസ് എല്ലാം ഉണ്ട്. പക്ഷേ ഇവിടെ അതൊന്നും നമ്മൾ കണ്ടില്ല എന്നുള്ളതാണ് ഇവിടെ എനിക്ക് പറയാനുള്ളൊരു കാരണം ഇത്രയും പഴക്കമുള്ള 20 വർഷത്തിന് മുന്നേ ഉള്ള 20 വർഷത്തിലും കൂടുതൽ ഓൾഡായിട്ടുള്ളൊരു ഷിപ്പാണിത്. ഒരു ഷിപ്പിൻ്റെ കാലാവധി തന്നെ ഏതാണ്ട് 20 വർഷമൊക്കെയാണ് വരിക. അപ്പോൾ ഇത്രയ്ക്കും പഴയ ഒരു ഷിപ്പ് വരുമ്പോഴത്തേക്കും അതിൻ്റെ സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് ഒക്കെ നോക്കാനായിട്ട് നമുക്കിവിടെ പോർട്ട് സ്റ്റേറ്റ് കൺട്രോളിൻ്റേതായിട്ടുള്ള ഇൻസ്പെക്ഷൻ വേണ്ടിയിരുന്നതാണ്. അതൊരു കാര്യം. രണ്ടാമതായിട്ട്, വിഴിഞ്ഞം പോർട്ട് വന്നു, ട്രാൻസ്ഷിപ്പിന് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ഫീഡർ ഷിപ്പുകൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. മദർഷിപ്പുകൾ നമുക്കറിയാം, MSC ടർക്കി പോലത്തെ മദർഷിപ്പിന് നല്ല സ്റ്റാൻഡേർഡ് ഉണ്ടാകും. പക്ഷേ എല്ലാ ഫീഡർ ഷിപ്പുകളും അങ്ങനെ ആവണം നിർബന്ധമില്ല. ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് വിഴിഞ്ഞത്തേക്ക് കൊണ്ടുവരാനായിട്ട്, അല്ലെങ്കിൽ കൊച്ചിയിൽ നിന്ന് അങ്ങോട്ട് കൊണ്ടുവരാൻ, ആലപ്പുഴയ്ക്ക് പോകാനൊക്കെ ആയിട്ട് അത്തരം ഷിപ്പുകളെന്ന് പറയുമ്പോഴത്തേക്കും ചെറിയ ഷിപ്പുകളാണ്. അതിന് വേണ്ടത്ര സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് ഒന്നും, വേണ്ടത്ര നിയമങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ ഇനിയും ഇതുപോലെയുള്ള ആക്സിഡൻറ്റ്സ് റിപ്പീറ്റ് ചെയ്തേക്കാം. അപ്പോൾ ഇത് ഒന്ന് പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. നമുക്കിനി വീണ്ടും വീഡിയോസുമായിട്ട് വരുന്നതാണ്. കുറച്ചൊരു തിരക്കായതുകൊണ്ടാണ് ചെയ്യാൻ പറ്റാത്തത്. എല്ലാവർക്കും നല്ലൊരു മഴക്കാലം, അപകടങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ. താങ്ക് യു.